വെജിറ്റബിൾ പലാവ് അല്ലെങ്കിൽ ബിരിയാണി ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമല്ലേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇത് തട്ടിക്കൂട്ടായ കാരണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലും ഒരു നേരമൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വാനില, തക്കോല ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 2 വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം മാറുന്നത് വരെയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്രീൻ പീസും ബീൻസും ക്യാരറ്റും ഒക്കെ ചേർത്ത് ഇളക്കിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ബർക്കത്ത് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളിൽ ബസ്മതി അരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകശാല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 6 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ പൊടിയുപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. പിന്നെ പ്രഷർ പോയതിന് ശേഷം നമുക്കത് തുറന്നിട്ട് സെർവ് ചെയ്യാം. ഇതിലേക്ക് ഒരു നാരങ്ങനീര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പലാവ് എന്ന് പറയുമ്പോൾ പല വെറൈറ്റിയും പല ടേസ്റ്റാണ്. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.